നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന ഈ വീഡിയോയിലെ വിഷയം 2026 ഓഗസ്റ്റ് 23 മുതൽ ഓഗസ്റ്റ് 29 വരെയുള്ള വാരഫലമാണ് ഞാൻ പറയുന്നത്. മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള ഓരോ രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ മേടൻ രാശി മുതൽ മീനൻ രാശി വരെ. മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഈ നക്ഷത്രങ്ങൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഈ ആഴ്ച പുതിയ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ജോലി സംബന്ധമായി ഉത്തരവാദിത്തം കൂടുന്ന ഒരു സമയമാണ്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഈ ആഴ്ചയിൽ ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും. കച്ചവട സംബന്ധമായ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനവും പുരോഗതിയും ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. പല കാര്യങ്ങളിലും ഇവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം വന്നു ചേരുകയും ചെയ്യും. ഇടവക്കൂർ. അടുത്തത് ഇടവക്കൂർ. കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, മര ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത്. ഇവർക്ക് സാമ്പത്തികമായി മികച്ച ഒരു ആഴ്ച തന്നെയായിരിക്കും ഈ ആഴ്ച. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ഈ ആഴ്ച നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി നല്ല സഹകരണം ഉണ്ടാവുന്ന ഒരാഴ്ചയായിരിക്കും. എന്നാൽ ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ദുർച്ചെലവുകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇനി മിഥുനൻ രാശി. മിഥുനൻ രാശിയിലെ വരുന്ന നക്ഷത്രങ്ങൾ മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി. ഈ നക്ഷത്രങ്ങളാണ് മിഥുനൻ രാശിയിൽ വരുന്നത്. ഇവർക്ക് ഈ ആഴ്ച തൊഴിൽപരമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. തൊഴിലിൽ നേട്ടമുണ്ടാകും. പുതിയ പ്രൊജക്ടുകൾ ആരംഭിക്കാൻ അനുകൂലമായ ഒരു സമയമാണ്. എന്നാൽ യാത്രകൾ ആവശ്യമായി വരുന്ന ആഴ്ച കൂടിയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് ശ്രദ്ധയോടുകൂടി വേണം. അല്ലെങ്കിൽ അതിൽ ചില പാളിച്ചകൾ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. അടുത്തത് കർക്കിടകൻ രാശിയാണ്. അതായത് കർക്കിടകക്കൂർ. ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാല്, പൂയം, ആയില്യം. ഇതാണ് ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച തൊഴിൽ രംഗത്ത് പുരോഗതി കിട്ടുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. ധനപരമായി നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. കിട്ടാതിരിക്കുന്ന ചില കാശുകൾ, അതായത് പണം കിട്ടാൻ ഇവർക്ക് സാധ്യത ഈ ആഴ്ചയിൽ ഉണ്ടാകാം. മാനസികമായി സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് പോകാൻ പറ്റുന്ന അവരുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒത്തുചേരാൻ ഇടവരുന്ന അവസരങ്ങൾ ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ്. ഈ ചിങ്ങൻ രാശി. ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാല. ഇത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ആത്മവിശ്വാസവും നേതൃത്വപാഠവും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. മേലധികാരികളിൽ നിന്നും പ്രശംസ കിട്ടുന്ന സമയമാണ്. സമൂഹത്തിൽ അംഗീകാരവും അതേപോലെ തന്നെ ഇവർക്ക് പുരസ്കാരങ്ങളും കിട്ടാൻ, അതായത് അവാർഡ് വരെ കിട്ടാനുള്ള അവസരങ്ങൾ ഈ ആഴ്ചയിൽ വന്നു ചേരാവുന്നതാണ്. ദാമ്പത്യപരമായ സുഖമുണ്ടാകും. ഐക്യവും സമാധാനവും കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ്. കന്നിക്കൂർ. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രമുക്കാൽ, അത്തം, ചിത്തിര, അര. ഇത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രം. ബിസിനസ്സിൽ ചില തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച്. സാമ്പത്തികമായി പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാര്യങ്ങളിൽ പ്ലാനിങ് അത്യാവശ്യമാണ്. ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പ്ലാനിങ്ങോടുകൂടി വേണം നടത്താൻ.
എടുത്തു ചാടി പ്രവർത്തിക്കരുത്. കുടുംബാംഗങ്ങൾ തമ്മിൽ സന്തോഷത്തിന് ഇടവരുന്ന അവസരങ്ങളും ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി. വരുമാന വർധനയുണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. സഹപ്രവർത്തകരുടെ സഹകരണം കിട്ടുന്ന ആഴ്ചയാണ്. സുഹൃത്തുക്കളുമായി നല്ല വിധത്തിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ആഴ്ചയാണ്. പുതിയ പഠന കാര്യങ്ങളിൽ ശ്രദ്ധ വരികയും ചെയ്യും. കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായി ഇരിക്കുകയും ചെയ്യും. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രം വിശാഖംകാലി, അനിഴം, തൃക്കേട്ട. ഇതാണ് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ. ഉദ്യോഗ കയറ്റം ഈ ആഴ്ചയിൽ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായി മികച്ച ഒരു ആഴ്ചയായിരിക്കും ഇവർക്ക് ഈ ആഴ്ച. വ്യക്തികളുമായി തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. പല വ്യക്തികളുമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് ഈ ആഴ്ച കഴിയുന്നതാണ്. വീട്ടിൽ സന്തോഷപ്രദമായ കാര്യങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഈ നക്ഷത്രങ്ങൾക്ക് ഈ ആഴ്ച കാര്യവിജയം ഉണ്ടാകുന്ന സമയമാണ്. പ്രവൃത്തി ഗുണം ഉണ്ടാവുകയും ചെയ്യും. ഇവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു വിജയം ഇവർക്ക് ഈ ആഴ്ച തീർച്ചയായും ഉണ്ടാകുന്നതാണ്. ദൂരയാത്രക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങളും ഈ ആഴ്ച ഉണ്ടാകും. ഉന്നത പഠനത്തിന് ചേരാൻ അനുകൂലമായ ഒരു സമയമാണ്. വിദേശയാത്രക്കും അനുകൂലമായ സമയം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രം ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര. ഈ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ജോലിയിൽ തടസ്സങ്ങൾ, കഠിനാധ്വാനം എന്നിവ ഈ ആഴ്ചയിൽ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. ചെയ്യുന്ന ചില പ്രവർത്തികൾ വിജയിക്കണമെങ്കിൽ കഠിനാധ്വാനം തന്നെ അവിടെ ചെയ്യേണ്ട അവസരങ്ങളും വരാം. മുൻകോപം നിയന്ത്രിക്കണം. മുൻകോപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എടുത്തു ചാടി പ്രവർത്തിക്കരുത്. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതോടൊപ്പം ആരോഗ്യപരമായ കാര്യങ്ങളിലും ഇവർ ശ്രദ്ധിക്കണം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, കാലി. ഇതാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. കൂട്ടുകച്ചവടത്തിൽ ഈ ആഴ്ച ഇവർക്ക് ലാഭം കിട്ടുന്ന ആഴ്ചയാണ്. അതോടൊപ്പം തന്നെ പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്കും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ അവസരങ്ങൾ ഈ സമയത്ത് ഈ ആഴ്ചയിൽ നല്ലതാണ്. ആഴ്ചയിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് നല്ല ഒരു സമയമാണ് ഇതിനു വേണ്ടി. ജീവിത പങ്കാളിയുമായി ഉള്ള ബന്ധം വളരെ സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആഴ്ചയാണ്. സുഹൃത്തുക്കളുടെ പിന്തുണ കിട്ടുകയും ചെയ്യും. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് ജോലി സ്ഥലത്തുള്ള പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കും. പലവിധത്തിൽ ജോലി തടസ്സങ്ങൾ ഇവർക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇവർക്ക് ഈ ആഴ്ച അതിനുള്ള അവസരം വന്നു ചേരും. എതിരാളികളിൽ നിന്ന് ഇവർക്ക് വിജയമുണ്ടാകും. എതിരാളികളുമായി പ്രവർത്തിക്കുമ്പോൾ അവർക്കതിൽ വിജയമുണ്ടാകും. പിന്നെ അതുകൂടാതെ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചില കുഴപ്പങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദിനചര്യകളിൽ മാറ്റം വരുത്താതെയും സൂക്ഷിക്കണം. ഈ ആഴ്ച അവരുടെ ദിനചര്യകളിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ദിനചര്യകൾ മാറ്റം കൂടാതെ അതേപോലെ ചെയ്യാൻ തയ്യാറാകും. ഇതാണ് ഈ ആഴ്ചയിലെ ഓരോ കൂറുകാരുടെയും നക്ഷത്രഫലം. ഒരു കാര്യം പറഞ്ഞ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാ ഞായറാഴ്ചകളിലും എന്റെ ചാനലായ ശിവപ്രിയ ജ്യോതിഷാലയത്തിന്റെ ചാനലിൽ ഞാൻ ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക്
രാത്രി 7 മണിക്ക് ലൈവിൽ വരുന്നതാണ്. എല്ലാവർക്കും ലൈവിൽ വരാം. നിങ്ങളുടെ നക്ഷത്ര കാര്യങ്ങളും ജാതക സംബന്ധമായ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ച് അറിയാൻ സാധിക്കുന്ന ഒരു അവസരമാണ്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് അവസാനമായി പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.